ബയോളജി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് സ്റ്റെയിനിങ് ടെക്നിക്സ് ആണ്. മൈക്രോസ്കോപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഒരു സാമ്പിളിൻ്റെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് സ്റ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ സ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചും കൂടി നന്നായിട്ട് കാണാനായിട്ട്, അതിൻ്റെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെയിനിങ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ടീരിയയുടെ കേസസിലും ഫംഗസിൻ്റെ കേസസിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ് നമ്മൾ അതിൻ്റെ സെൽസ് കൂടുതൽ ക്ലാരിറ്റിയിൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള സ്റ്റെയിനിങ്ങിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാക്ടീരിയൽ സ്റ്റെയിനിങ് ആണ് നോക്കുന്നത്. അപ്പോൾ സ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പം അവിടെ മെയിൻലി ബാക്ടീരിയ സെല്ലിനെ സ്റ്റെയിൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയയുടെ കേസസിൽ സെല്ലിനെ മാത്രമല്ല അതിൻ്റെ സ്പോസിനെ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലജല്ലെ ചെയ്യാറുണ്ട്. അങ്ങനെ പല പല പാർട്സിൽ നമുക്ക് സ്റ്റെയിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ബാക്ടീരിയൽ സെല്ലിനെ കുറിച്ചൊരു വാഗ് ഐഡിയ പഠിച്ചിട്ട് നമുക്ക് സ്റ്റെയിനിങ്ങിലേക്ക് നോക്കാം. ബാക്ടീരിയൽ സെല്ലിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിലി നോക്കണം. ജസ്റ്റ് സ്റ്റെയിനിങ്ങിനകത്ത് നമ്മൾ പഠിക്കുമ്പം പറയുന്നുണ്ട്. ഇപ്പോൾ ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിനിങ് ഉണ്ട്. ആ സ്റ്റെയിനിങ്ങിൽ നമ്മൾ മെയിനായിട്ടും പറയുന്നത് ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് സെൽ വോളിൻ്റെ കോമ്പസിഷനിലുള്ള ഡിഫറൻസിൻ്റെ ബേസിസിലാണ്. സോ സെൽ വോൾ കോമ്പസിഷനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബാക്ടീരിയൽ സെല്ലിനെ കുറിച്ചിട്ട് ഒന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം സ്റ്റെയിനിങ് ടെക്നിക്സ്. ബാക്ടീരിയൽ സെൽ സ്ട്രക്ചർ. ബാക്ടീരിയൽ സെൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് 3 രീതിയിൽ അത് പഠിക്കാൻ പറ്റും. 3 പാർട്സ് ആയിട്ട് നമുക്ക് പഠിക്കാൻ ആണെങ്കിൽ എളുപ്പമായിരിക്കും. ഇൻറ്റേർണൽ സ്ട്രക്ചർ. ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പം ഒരു സെല്ലിന് ഉള്ളിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലൈക്ക് സൈറ്റോപ്ലാസം, അതേപോലെ റൈബോസോം, ന്യൂക്ലിയോയിഡ്, ദെൻ പ്ലാസ്മിഡ്, സ്റ്റോറേജ് ഗ്രാന്യൂൾസ്, ഇതിനെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് സൈറ്റോപ്ലാസം, ന്യൂക്ലിയോയിഡ്, ബാക്ടീരിയൽ ക്രോമസോം, പ്ലാസ്മിഡ്, റൈബോസോം ആൻഡ് സ്റ്റോറേജ് ഗ്രാന്യൂൾസ്. ഇനി സെൽ എൻവലപ്പ് ഉണ്ട്. സെൽ എൻവലപ്പ് എന്ന് പറയുമ്പോഴത്തേന് സെൽ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോള്, പിന്നെ ഒരു ഔട്ടർ ലിപ്പിഡ് മെംബ്രെയിൻ, അതായത് ഔട്ടർ ലിപ്പോ പോളിസാക്രൈഡ് LPS നമ്മൾ പറഞ്ഞു, ലിപ്പോ പോളിസാക്രൈഡ്. അത് മെയിൻലി കാണപ്പെടുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണ്. ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ ദ കേസ് ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ദെൻ എക്സ്റ്റേണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അപ്പൻഡേജ് എന്ന് പറയുമ്പോൾ ഫ്ലജല്ല, അതുപോലെ പിലായി, ഫിംബ്രിയെ, ഗ്ലൈക്കോകാലിക്സ്, ഇതൊക്കെയാണ് എക്സ്റ്റേണൽ അപ്പൻഡേജ് എന്ന് പറയുന്നത്. അപ്പം ഒരു ബാക്ടീരിയൽ സെല്ല് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മെയിൻലി അതിന് 3 പാർട്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് സെല്ലിനുള്ളിൽ, അതായത് ഈ ഒരു പോർഷനെയാണ് നമ്മൾ പറയുന്നത്. സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ഈ ഒരു പോർഷൻ, ഈ ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നില്ലേ, ഈ ഒരു പോർഷനാണ് നമ്മൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ നമുക്ക് സൈറ്റോപ്ലാസം കാണാം. സൈറ്റോപ്ലാസം ഉണ്ട്, റൈബോസോം ഉണ്ട്, ന്യൂക്ലിയോയിഡ് ഉണ്ട്, പ്ലാസ്മിഡ് ഉണ്ട്, ഗ്രാന്യൂൾസ് ഉണ്ട്. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള പോർഷനാണ് ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. പിന്നെ ഈ ഒരു സെൽ എൻവലപ്പ് ഉണ്ട്. സെൽ എൻവലപ്പ് എന്ന് പറയുമ്പോൾ സെൽ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോള്, അതുപോലെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ. സെൽ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്, പെപ്റ്റിഡോഗ്ലൈക്കന്. അതുപോലെ അതിൻ്റെ പുറത്തായിട്ട് ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കേസസിലാണെങ്കിൽ എക്സ്ട്രാ ഒരു ലെയറൂടെ കാണുന്നുണ്ട്, ഔട്ടർ ലിപ്പോ പോളിസാക്രൈഡ് ലെയർ. അതാണ് എന്താ മെംബ്രെയിൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെംബ്രെയിൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് സെൽ എൻവലപ്പ് എന്ന് പറയും. ആൻഡ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അപ്പൻഡേജ്. എക്സ്റ്റേണൽ അപ്പൻഡേജസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പിലായി, അതുപോലെ തന്നെ ഈ ഒരു ഫ്ലജല്ല, ഫിംബ്രി, ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെയാണ് മെയിനായിട്ടും ഈ എക്സ്റ്റേണൽ അപ്പൻഡേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബാക്ടീരിയൽ സെല്ല് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3 പാർട്സ് ഓർത്തിരിക്കുക: ഇൻറ്റേർണൽ സ്ട്രക്ചർ, സെൽ എൻവലപ്പ് ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചർ ഓർ എക്സ്റ്റേണൽ അപ്പൻഡേജസ്. ദെൻ ഫസ്റ്റ് നമ്മൾ ബാക്ടീരിയൽ സെൽ വോൾ എന്താണെന്ന് നോക്കുകയാണ്. The layer of the cell envelope lying between cytoplasmic membrane and the capsule are referred to as a cell wall, which is composed of peptidoglycan and teichoic acid. അപ്പോൾ സെൽ വോൾ എന്ന് പറയുന്നത് എന്താണ്? സെൽ വോൾ മീൻസ് ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെയും അതേപോലെ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ്റെയും ക്യാപ്സ്യൂളിൻ്റെയും ഇടയ്ക്ക്, അതായത് ഈ ഒരു പോർഷനാണ് സൈറ്റോപ്ലാസം.
സൈറ്റോപ്ലാസത്തിന്റെ ബൗണ്ടറിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ്റെയും അതുപോലെ ഈ പുറത്തുള്ള ഈ ഒരു പോർഷൻ ഒരു യെല്ലോ കളറിൽ കണ്ടോ, അതാണ് ക്യാപ്സ്യൂള്. ആ ക്യാപ്സ്യൂളിൻ്റെയും ഇടയ്ക്കുള്ള ഈ ഒരു പോർഷനാണ് നമ്മൾ എന്ത് സെൽ വോൾ എന്ന് പറയുന്നത്. അപ്പോൾ സെൽ വോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി ഫൗണ്ട് ബിറ്റ്വീൻ ദി സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ആൻഡ് ദി ക്യാപ്സ്യൂള്. അതിൻ്റെ കോമ്പസിഷൻ നോക്കുകയാണെങ്കിൽ സെൽ വോൾ കൺസിസ്റ്റ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ ആൻഡ് ടീക്യോയിക് ആസിഡ്. പെപ്റ്റിഡോഗ്ലൈക്കനും ടീക്യോയിക് ആസിഡും കൂടെ ചേർന്നിട്ടുള്ളൊരു ഫോമാണ് ഈ സെൽ വോൾ എന്ന് പറയുന്നത്. ഇത് മെയിൻലി സെല്ലിനൊരു സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി, ഷേപ്പ്, സ്ട്രക്ചർ ഒക്കെ കൊടുക്കുക എന്നാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. സോ ദ ബാക്ടീരിയൽ സെൽ വോൾ പ്രൊവൈഡ് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ടു ദി സെല്ല്. ദ പെപ്റ്റിഡോഗ്ലൈക്കൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ റിജിഡിറ്റി ഓഫ് ദി ബാക്ടീരിയൽ സെൽ വോൾ. അപ്പം സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയും റിജിഡിറ്റിയും ഒക്കെ കൊടുക്കുക എന്നാണ് സെൽ വോളിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇനി ഈ സെൽ വോളിൻ്റെ ഡിഫറൻസിയേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലുമുള്ള സെൽ വോൾ ഡിഫറൻസ് എന്താണെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ കേസസിൽ സെൽ വോൾ എന്ന് പറയുന്നത് തിക്കായിരിക്കും. സെൽ വോൾ തിക്കാണ് മീൻസ് അവിടെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്ന തിക്കാണ്. യൂഷ്വലി തിക്ക് ഹോമോജീനിയസ് കമ്പോസ്ഡ് മെയിൻലി ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ അക്കൗണ്ട് ഫോർ 15 to 19% ഓഫ് ഡ്രൈ വെയിറ്റ് ഓഫ് സെല്ല്. contain large amount of teichoic acid. Teichoic acid is a polymer of glycerol and ribitol joined by a phosphate group. അപ്പോൾ ഗ്രാം പോസിറ്റീവ് സെൽ വോളിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബാക്ടീരിയയെ തന്നെ നമ്മൾ സെൽ വോൾ കോമ്പസിഷൻ്റെ ബേസിസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്നും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നും. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ കേസസിൽ സെൽ വോൾ എന്ന് പറയുന്നത് തിക്കായിരിക്കും. കാരണം അവിടെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആണ് തിക്ക്. എബൌട്ട് ഒരു 15 to 19% ഓഫ് സെല്ലിൻ്റെ വെയ്റ്റിനും കാരണം ഈ ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആണ്. അത് കൂടാണ്ട് അവിടെ ടീക്യോയിക് ആസിഡും ഗ്രാം പോസിറ്റീവിൽ പ്രസൻ്റ് ആണ്. ഇനി പെപ്റ്റിഡോഗ്ലൈക്കൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത് അതിനെ തന്നെ നമ്മൾ മ്യൂറിൻ എന്നൊരു നെയിമിലും അറിയപ്പെടുന്നുണ്ട്. It's a polymer consisting of sugars and amino acid that form a mesh-like layer outside the cell membrane of most bacteria, forming the cell wall. അപ്പം cell wall made of peptidoglycan. പെപ്റ്റിഡോഗ്ലൈക്കനെ തന്നെ നമ്മൾ മ്യൂറിൻ എന്ന് പറയുന്നുണ്ട്. അമിനോ ആസിഡും ഷുഗേഴ്സും ചേർന്നിട്ട് ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചറാണ് ഈ ഒരു പെപ്റ്റിഡോഗ്ലൈക്കനുള്ളത്. ആൻഡ് ഇതാണ് മെയിനായിട്ടും സെൽ വോളിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റുവൻറ്റ് എന്ന് പറയുന്നത്. The sugar component consists of alternating residues of beta-linked N-acetyl glucosamine and N-acetyl muramic acid. അപ്പം ഇതിലെ ഷുഗർ കമ്പോണൻസ് ഏതൊക്കെയാണ്? N-acetyl glucosamine N-acetyl muramic acid. ഇത് രണ്ടും കൂടി ഇൻ്റർലിങ്ക് ചെയ്തിട്ടാണ് ഈ ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ ടീക്യോയിക് ആസിഡ് ഉണ്ട്. ടീക്യോയിക് ആസിഡ് ആർ കണക്റ്റഡ് ടു എയ്തർ പെപ്റ്റിഡോഗ്ലൈക്കൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ ലിപ്പിഡ്സ്. ടീക്യോയിക് ആസിഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒന്നെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ലിപ്പിഡ്സിലേക്ക് അല്ലെങ്കിൽ പെപ്റ്റിഡോഗ്ലൈക്കനിലേക്കായിരിക്കും. ഈ ഒരു ടീക്യോയിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ ആബ്സെൻ്റ് ആണ്. അത്രയും ഡീപ്പായിട്ട് സ്ട്രക്ചർ നോക്കേണ്ടതില്ല. ദെൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ നോക്കുകയാണെങ്കിൽ മൾട്ടി ലെയേർഡ് ആണ്, കോംപ്ലക്സ് ദാൻ ഗ്രാം പോസിറ്റീവ്. മൾട്ടി ലെയർ ഇവിടെ കാണുന്നുണ്ട്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയെക്കാളും കോംപ്ലക്സ് ആണ്. ഇവിടുത്തെ സെൽ വോളിലെ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത് തിന്നാണ്, തിൻ പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്. പക്ഷെ അതിന് പുറത്തൊരു ലെയർ വരുന്നുണ്ട്, ഒരു ലിപ്പോ പോളിസാക്രൈഡ് ഔട്ടർ മെംബ്രെയിൻ വരുന്നുണ്ട്. പെപ്റ്റിഡോഗ്ലൈക്കൻ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഈസ് തിൻ, comprises 10% or less of cell wall. Outer membrane lies outside the thin peptidoglycan layer. Most abundant protein is bronze lipoprotein. അപ്പോൾ ഗ്രാം നെഗറ്റീവ് സെൽ വോൾ അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെല്ല് നോക്കുകയാണെങ്കിൽ അവിടുത്തെ സെൽ വോളിലെ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത് തിന്നാണ്. അതുപോലെ ടീക്യോയിക് ആസിഡ് അവിടെ പ്രസൻറ്റ് അല്ല. ദെൻ ഇതിന് പുറത്തായിട്ട് ഒരു ലെയർ കാണപ്പെടുന്നുണ്ട്. ആ ലെയറിന് എന്താ ലിപ്പോ പോളിസാക്രൈഡ് ലെയറാണ് പുറത്തായിട്ട് കാണുന്നത്, ഔട്ടർ ലിപ്പോ പോളിസാക്രൈഡ്. സോ ഇത് ഗ്രാം പോസിറ്റീവ് സെൽ വോൾ കാണിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഈ ഒരു ഫിഗർ നോക്കിയാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. ഗ്രാം പോസിറ്റീവ്, ദിസ് ഈസ് എ ഗ്രാം നെഗറ്റീവ്. അപ്പോൾ ഗ്രാം പോസിറ്റീവ് ആണെങ്കിലും ഗ്രാം നെഗറ്റീവ് ആണെങ്കിലും ഉള്ളിൽ എന്താ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞിട്ട് പെരിപ്ലാസ്മിക് സ്പേസ് കണ്ടോ, പെരിപ്ലാസ്മിക് സ്പേസ്, ഇതും രണ്ടിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഇവിടെ സെൽ വോൾ എന്ന് പറയുന്നുണ്ട്. ഗ്രാം പോസിറ്റീവിൻ്റെ കേസസിൽ ഈ സെൽ വോൾ കണ്ടോ, ഇറ്റ് ഈസ് എ തിക്ക്
സെൽ വോൾ എന്ന് പറഞ്ഞാൽ തിക്കാണ്, കാരണം തിക്കായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കനാണ്. പക്ഷേ ഇവിടുത്തെ പെപ്റ്റിഡോഗ്ലൈക്കൻ തിന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ലെയറും കൂടി ഗ്രാം നെഗറ്റീവിൽ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഔട്ടർ മെംബ്രെയിൻ, ലിപ്പോ പോളിസാക്കറൈഡ് വെച്ചിട്ടുള്ളൊരു ഔട്ടർ മെംബ്രെയിൻ. സോ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടും സ്ട്രക്ചർ നോക്കാം. നമുക്ക് ഡീറ്റെയിലി സ്ട്രക്ചർ പഠിക്കേണ്ടതില്ല, കാരണം സ്റ്റെയിനിങ് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സെൽ വോളിനെ കുറിച്ചിട്ട് അതിൻ്റെ ആ ഒരു അനാട്ടമി അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബാക്ടീരിയയുടെ കേസസിൽ ബാക്ടീരിയൽ സ്റ്റെയിൻ പഠിക്കുമ്പോൾ ബാക്ടീരിയയുടെ ഒരു ബേസിക് സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ ഒരു പോർഷൻ എടുത്തുകൊണ്ട്. അപ്പോൾ ബേസിക് സ്ട്രക്ചർ ബാക്ടീരിയയിൽ പറയുന്ന ഇൻറ്റേർണൽ സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ സെൽ എൻവലപ്പ് ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ അപ്പൻഡേജസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇൻറ്റേർണൽ സ്ട്രക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ്, സൈറ്റോപ്ലാസം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് മെയിൻലി സെൽ വോളിനെ കുറിച്ചിട്ട് നോക്കാം. സെൽ വോൾ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് ബാക്ടീരിയയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് വന്നിരിക്കുന്ന അതിൻ്റെ സെൽ വോൾ കോമ്പസിഷൻ്റെ ബേസിസിലാണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ എന്ന് പറഞ്ഞാൽ സെൽ വോൾ നോർമലി മെയ്ഡ് ഓഫ് ചെയ്തിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ വെച്ചിട്ടാണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ തിക്കായിട്ടുള്ള സെൽ വോളാണ്, കാരണം അവിടുത്തെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്ന തിക്കാണ്. സോ ഇൻ ദ കേസ് ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ദർ ഈസ് എ തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ. ഇനി ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലേക്ക് വരുമ്പോഴത്തേന് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറഞ്ഞാൽ തിന്നായിരിക്കും. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലെ ടീക്യോയിക് ആസിഡ് പ്രസൻ്റ് ആണ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലെ ടീക്യോയിക് ആസിഡ് ആബ്സെൻ്റ് ആണ്. ഇനി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ ഒരു ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഇല്ല, പക്ഷേ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലെ ഔട്ടർ മെംബ്രെയിൻ, അതായത് ഈ സെൽ വോളിന് പുറത്തായിട്ടൊരു മെംബ്രെയിൻ കാണും, ഔട്ടർ മെംബ്രെയിൻ. ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പോ പോളിസാക്കറൈഡ് ആണ്. ആൻഡ് അവിടെ ബ്രോൺസ് പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും പ്രസൻ്റ് ആണ്. അതൊക്കെ ഗ്രാം പോസിറ്റീവിൻ്റെ കേസസിൽ ആബ്സെൻ്റ് ആണ്. അതാണ് മെയിനായിട്ട് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോളിലുള്ള ഡിഫറൻസ്. ഇത്രയാണ് ബേസിക് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. പിന്നെ ബാക്ടീരിയയുടെ കേസിൽ കാണപ്പെടുന്ന മറ്റു സ്ട്രക്ചറാണ് എൻഡോസ്പോർ ഉണ്ട്. എൻഡോസ്പോർ എന്ന് പറഞ്ഞാൽ ഡോർമെൻ്റ് സ്റ്റേജ് ആണ്, അതായത് ഇപ്പോൾ ഒരു ബാക്ടീരിയയ്ക്ക് ഗ്രോ ചെയ്യാനുള്ള കണ്ടീഷൻസ് അൺഫേവറബിൾ ആണെങ്കിൽ അവിടെ അതൊരു എൻഡോസ്പോർ സ്റ്റേജിലേക്ക് മാറുന്നു. അതാണ് എൻഡോസ്പോർ എന്ന ഒരു ഡോർമെൻ്റ് സ്റ്റേജിലേക്ക് മാറുന്നു. അതിനെയാണ് നമ്മൾ എൻഡോസ്പോർ എന്ന് പറയുന്നത്. അത് അഡ്വേഴ്സ് കണ്ടീഷനോടൊക്കെ റെസിസ്റ്റൻസ് കാണിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ എൻഡോസ്പോർ എന്ന് പറയുന്നത്. പിന്നെ ബാക്ടീരിയയുടെ കേസസിൽ ഫ്ലജല്ല, ലോക്കോമോഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഫ്ലജല്ല. ഇതൊക്കെയാണ് മെയിനായിട്ട് ബാക്ടീരിയയുടെ സ്റ്റെയിനിങ് വൈസ് നമുക്ക് അറിഞ്ഞിരിക്കുന്ന സ്ട്രക്ചർ. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞ സെൽ വോൾ ആണ്. സെൽ വോൾ നമുക്ക് ഗ്രാം സ്റ്റെയിനിങ് പഠിക്കുമ്പം ഒന്നും കൂടി അത് റിപ്പീറ്റ് പറയുന്നുണ്ട്. സോ നമുക്ക് സ്റ്റെയിൻ നോക്കാം. വാട്ട് ഈസ് എ സ്റ്റെയിൻ? എന്താണ് ഒരു സ്റ്റെയിൻ കൊണ്ട് മീൻ ചെയ്യുന്നത്? A stain is a substance that adhere to the cell giving the cell color. അപ്പോൾ സെല്ലിന് ഒരു കളർ കൊടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സെല്ലുമായിട്ട് പോയി ബൈൻഡ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെയിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? ദാറ്റ് ബൈൻഡ് ടു ദി സെൽ ആൻഡ് ഗീവ് ദി സെൽ എ കളർ. അത് സെല്ലിനോട് പോയി ബൈൻഡ് ചെയ്തിട്ട് സെല്ലിനൊരു കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. The presence of color gives the cell significant contrast, so ആർ മച്ച് മോർ വിസിബിൾ. അപ്പം ഈ ഒരു കളർ എന്ന് പറയുന്നത് സെല്ലിനെ കൂടുതൽ ഹൈ കോൺട്രാസ്റ്റ് വിഷ്വലൈസ് ചെയ്യാനായിട്ട് അണ്ടർ മൈക്രോസ്കോപ്പ് നമ്മൾ നോക്കുമ്പോൾ ഇതിനെ ഹൈ കോൺട്രാസ്റ്റ് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഈ സ്റ്റെയിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് സ്റ്റെയിൻ ഹാവ് ഡിഫറെൻറ്റ് അഫിനിറ്റി ഫോർ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഓർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ഓർഗാനിസംസ്. They are used to differentiate different types of organism or to view specific parts of the organisms. അപ്പം പല ടൈപ്പിലുള്ള സ്റ്റെയിൻസ് ഉണ്ട്. ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ ഉണ്ട്, അതുപോലെ തന്നെ കാർബോൾ ഫാക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ ഉണ്ട്. അല്ലെങ്കിൽ ക്രിസ്റ്റൽ വയലറ്റും സഫ്രാനിനും കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റെയിൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ക്രിസ്റ്റൽ വയലറ്റ് ഇപ്പോൾ ഒരു ബാക്ടീരിയയുടെ സെല്ലിനോട് കാണിക്കുന്ന അഫിനിറ്റി അല്ല നമ്മുടെ സഫ്രാനിന് ആ സെയിം ബാക്ടീരിയ സെല്ലിനോടുള്ള അഫിനിറ്റി. അതായത് ഓരോ സ്റ്റെയിനിനും ഓരോ ബാക്ടീരിയയോട് പല അഫിനിറ്റീസ് ആണ് കാണിക്കുന്നത്. സ്റ്റെയിൻ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ബാക്ടീരിയ മാറുന്നതനുസരിച്ച് അഫിനിറ്റിയും ചേഞ്ച് ചെയ്യും. ഇവ തമ്മിലുള്ള അഫിനിറ്റി മീൻസ് അതിന് പോയി ബൈൻഡ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്നത് സ്റ്റാഫിനോട് നന്നായിട്ട് പോയി ബൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റഫൈലോകോക്കസിൽ നന്നായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ
നെയ്സീരിയയുടെ കേസസിലേക്ക് വരുമ്പോഴത്തേന് അതിൻ്റെ അഫിനിറ്റി കുറവാണ്. അങ്ങനെ അതായത് അതിൻ്റെ ആ ഒരു സെൽ വോളിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസംസിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ അഫിനിറ്റി ചേഞ്ച് ചെയ്യും. അതാണ് പറഞ്ഞത് ഡിഫറെൻറ്റ് സ്റ്റെയിൻ ഹാവ് ഡിഫറെൻറ്റ് അഫിനിറ്റി ഫോർ ഡിഫറെൻറ്റ് ഓർഗാനിസം. പല ഓർഗാനിസംസിനോടും അതുപോലെ തന്നെ ഓർഗാനിസംസിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിനോട്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെൽ വോളിനോടുള്ള അഫിനിറ്റി ആയിരിക്കത്തില്ല അതിന് ഫ്ലജല്ലയോടുള്ള അഫിനിറ്റി. അങ്ങനെ ഡിഫറെൻറ്റ് പാർട്സിനോടും ഡിഫറെൻറ്റ് ഓർഗാനിസംസിനോടും ഡിഫറെൻറ്റ് സ്റ്റെയിൻസിന് ഡിഫറെൻറ്റ് അഫിനിറ്റീസ് ആണ് ഉള്ളത്. They are used to differentiate different types of organism or to view specific parts of organisms. ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഗാനിസംസിൻ്റെ പല പാർട്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓർഗാനിസംസിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. വാട്ട് ഈസ് സ്റ്റെയിൻ എന്ന ഒരു ചോദ്യം വന്നാൽ സ്റ്റെയിൻ എന്താണ്? സ്റ്റെയിൻ എന്ന് പറയുന്നത് ഒരു സ്പെസിമെൻ്റെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഈ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെയിന് സെല്ലിലേക്ക് പോയി അദർ ചെയ്യുന്നു, അല്ലെങ്കിൽ സെല്ലിലേക്ക് സ്റ്റെയിൻ പോയി ബൈൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഓരോ സ്റ്റെയിനും ഓരോ അഫിനിറ്റിയാണ് ഓരോ സെല്ലിനോടും ഓരോ സ്റ്റെയിനുള്ള അഫിനിറ്റി എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. ദെൻ ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഈ സ്റ്റെയിൻസ് യൂസ് ചെയ്ത് ബാക്ടീരിയ പല ഗ്രൂപ്പ്സിൽ ആക്കുകയാണ് മെയിൻ നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻക്രീസ് ദ വിസിബിലിറ്റി ബൈ മേക്കിംഗ് ദി കോൺട്രാസ്റ്റ് ഇൻ ദ കളർ വിത്ത് ദ സറൗണ്ടിങ്സ്. അപ്പം ഒന്ന് അതിൻ്റെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് അതിൻ്റെ വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നാണ് സ്റ്റെയിനിങ്ങിൻ്റെ ഒരു പേർപ്പസ് വരുന്നത്. Then see the shape and size of the bacteria, demonstrate intra and extra cellular features of the cell. അതുപോലെ തന്നെ ബാക്ടീരിയയുടെ ഷേപ്പും സൈസും ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എ സ്റ്റെയിൻ കൺസിസ്റ്റ് ഓഫ് 2 ഗ്രൂപ്പ് ലിങ്ക്ഡ് ടു എ ബെൻസീൻ റിങ്. ഇനി ഒരു സ്റ്റെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റെയിനിൽ ഒരു ബെൻസീൻ റിങ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ബെൻസീൻ റിങ്ങിനെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് 2 ഗ്രൂപ്പ് കാണാൻ സാധിക്കും. ഏതൊക്കെ ഗ്രൂപ്പാണ്? ഓക്സോക്രോമും അതുപോലെ ക്രോമോഫോറും. ഓക്സോക്രോമും ക്രോമോഫോറും 2 ഗ്രൂപ്പ്സും കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിമെൻസിൻ്റെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സൈസ് ഒക്കെ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്. സ്റ്റെയിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേന് ഒരു ബെൻസിൻ റിങ്ങിൽ 2 ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ്. ഓക്സോക്രോമും ക്രോമോഫോർ എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ്. ഇനി സ്റ്റെയിൻസ് തന്നെ നമുക്ക് 2 ടൈപ്പ് പറയാം. ബേസിക് ആയിട്ടുള്ളതും ഉണ്ട്, അസിഡിക് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പം ഇത് 2 ടൈപ്പ് ഉണ്ട്, അസിഡിക് ആൻഡ് ബേസിക്. അസിഡിക് എന്ന് പറയുമ്പോഴത്തേന് അതെന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. എക്സാമ്പിൾ പിക്രിക് ആസിഡ്, ആസിഡ് ഫെക്സിൻ, ഇയോസിൻ ആർ ആനയോണിക് ഓർ നെഗറ്റീവ്ലി ചാർജ്ഡ് and stain the cytoplasmic component of the cell which are alkaline in nature. അപ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിലാണ് പോയി ബൈൻഡ് ചെയ്യുന്നത്. ലൈക്ക് ചാർജ് റിപ്പൽ ചെയ്യും. നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിലൊക്കെ ആണെങ്കിലും പറയും ലൈക്ക് ചാർജ് റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ചാർജ് തമ്മിൽ പോയി അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സെയിം കൺസെപ്റ്റ് ആണ് വരുന്നത്. അസിഡിക് സ്റ്റെയിൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അസിഡിക് സ്റ്റെയിൻ ആനയോണിക് ആണ് അഥവാ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ അസിഡിക് സ്റ്റെയിൻ പോയിട്ട് ബൈൻഡ് ചെയ്യുന്ന ആൽക്കലൈൻ നേച്ചറുള്ള കമ്പോണൻസിലേക്കാണ് പോയി ബൈൻഡ് ചെയ്യുന്നത്. സോ അസിഡിക് സ്റ്റെയിൻസ് എന്ന് പറയുന്നത് ദേ ആർ ആനയോണിക് ഓർ നെഗറ്റീവ്ലി ചാർജ്ഡ്. സൈറ്റോപ്ലാസത്തിലെ ആൽക്കലൈൻ നേച്ചറുള്ള കമ്പോണൻസിലേക്ക് ഇത് പോയി ബൈൻഡ് ചെയ്യണം. ഇനി അസിഡിക് സ്റ്റെയിൻ എക്സാമ്പിൾ ആണ് ആസിഡ് ഫെക്സിന്, അതുപോലെ പിക്രിക് ആസിഡ്, യോസിൻ എന്നൊക്കെ പറയുന്നത്. ഇനി ബേസിക് സ്റ്റെയിൻ ഉണ്ട്. ബേസിക് സ്റ്റെയിൻ എന്ന് പറയുന്നത് എന്താണ്? കാറ്റയോണിക് അഥവാ പോസിറ്റീവ്ലി ചാർജ് ആണ്. എക്സാമ്പിൾ മെഥിലിൻ ബ്ലൂ, ക്രിസ്റ്റൽ വയലറ്റ്, സഫ്രാനിൻ ഒക്കെയാണ്. ഇത് മെയിനായിട്ടും പോയിട്ട് അസിഡിക് നേച്ചറുള്ള സെല്ലുലാർ കമ്പണൻസിലേക്കാണ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പം ബേസിക് സ്റ്റെയിൻ പോയി ബൈൻഡ് ചെയ്യുന്ന അസിഡിക് നേച്ചറുള്ള സെല്ലുലാർ കമ്പോണൻസിലേക്കാണ്. അതുപോലെ ബേസിക് എന്ന് പറയുമ്പോൾ അതെന്താണ്? പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള സ്റ്റെയിൻസ് ആണ്. അപ്പം മെയിനായിട്ടും ന്യൂക്ലിക് ആസിഡ്സിലേക്കാണ് ഇത് പോയി ബൈൻഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ദെൻ സ്റ്റെപ്സ് ഇൻവോൾവ്. ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ സ്മിയർ പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മൾ എന്താണ് സ്മിയർ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ലൈഡ് എടുക്കുന്നു, ജസ്റ്റ് ഒരു സ്ലൈഡ്, അത് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു നല്ല
ക്ലീൻ ആയിട്ടുള്ളൊരു സ്ലൈഡ് എടുക്കണം. ജസ്റ്റ് നമ്മൾ ആൽക്കഹോൾ വെച്ച് വൈപ്പ് ചെയ്തിട്ട് ഒരു സ്ലൈഡ് എടുത്ത് ജസ്റ്റ് ഹീറ്റിലൊക്കെ കാണിച്ച് അതിനൊന്ന് സ്റ്റെറിലൈസ് ചെയ്യുന്നു. അതിന് ശേഷം ഇതിലേക്ക് എന്താ ഒരു ലൂപ്പ്, അതായത് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ളൊരു ലൂപ്പ് വെച്ചിട്ട് ഒരു 1 ഡ്രോപ്പ് ഓഫ് വാട്ടർ നമ്മൾ ഇവിടേക്ക് വെക്കണം. 1 ഡ്രോപ്പ് ഓഫ് വാട്ടർ വെച്ചിട്ട് പിന്നെ നമ്മൾ എന്താണ് സാമ്പിളും ഇതിലേക്ക് ആഡ് ചെയ്യും. സാമ്പിളും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇത് എന്താ സ്പ്രെഡ് ചെയ്യണം. അതായത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മൾ സ്മിയറിനെ തിന്നാക്കുക എന്നാണ്. സ്മിയർ തിക്കായിട്ടിരുന്ന അവിടുത്തെ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തിൻ സ്മിയർ ആണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് സെൽസിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയത്ത് ക്രൗഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്പ്രെഡ് ചെയ്തില്ലെങ്കിൽ സെൽസ് ഇങ്ങനെ ക്രൗഡ് ചെയ്ത് കിടക്കുന്നതായിട്ടായിരിക്കും അറ്റ് ദി എൻഡ് മൈക്രോസ്കോപ്പിൽ കൂടെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് സ്മിയർ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണ്. നമ്മളിവിടെ ഇനോക്കുലം എടുക്കുമല്ലോ, അതായത് വെള്ളം ആദ്യം ഒരു ഡ്രോപ്പ് ഓഫ് വെള്ളം വെച്ചിട്ട് അതിന് മുകളിലേക്കായിരിക്കും നോർമലി വെക്കുന്നത്. അതായത് ഒരു സോളിഡ് മീഡിയത്തിൽ നിന്നാണ് നമ്മൾ കൾച്ചർ എടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതേസമയം ബ്രോത്തിൽ നിന്നാണെങ്കിൽ ഡയറക്റ്റ് ബ്രോത്ത് എടുത്ത് അങ്ങ് വെച്ചാൽ മതി. ഓക്കെ, ബ്രോത്ത് ആകുമ്പോൾ നമുക്കറിയാം അത് ലിക്വിഡ് ഫോമിലാണ്. ഡയറക്റ്റ് ബ്രോത്ത് എടുത്ത് സ്പ്രെഡ് ചെയ്ത് സ്മിയർ പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പം നമ്മളിവിടെ എന്താണ് ചെയ്തത്, ആദ്യം സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു. സ്മിയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഇനോക്കുലം ഒരുപാട് ഇനോക്കുലം എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഇനോക്കുലം എടുത്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഒരു ഇത്തിരി ഇനോക്കുലം എടുത്താൽ പോലും നമുക്ക് അവിടെ നന്നായിട്ട് ബാക്ടീരിയ സെൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഹെവി ഇനോക്കുലത്തിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സ്റ്റെയിനിങ്ങിൻ്റെ സ്മിയർ പ്രിപ്പറേഷൻ ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സ്മിയറിനെ ജസ്റ്റ് ഹീറ്റിലൊന്ന് കാണിച്ച് നമ്മൾ ഫിക്സ് ചെയ്യാം. അപ്പം ഫിക്സേഷൻ തന്നെ നമുക്ക് പല ടൈപ്പ് ചെയ്യാം. ഫിസിക്കൽ ഫിക്സേഷൻ ഉണ്ട്, കെമിക്കൽ ഫിക്സേഷൻ ഉണ്ട്. നോർമലി നമ്മൾ ചെയ്യുന്നത് ഹീറ്റിൽ കാണിച്ചിട്ടുള്ള ഫിക്സേഷൻ, ഫിസിക്കൽ ഫിക്സേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു. സ്മിയർ പ്രിപ്പയർ ചെയ്തിട്ട് അത് ഹീറ്റിൽ കാണിച്ച് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നു, അതിനെ ഫിക്സ് ചെയ്യുന്നു. ഫിക്സേഷൻ എന്ന് പറയുന്നത് അപ്പം 2 ടൈപ്പ് ആണെന്ന് പറഞ്ഞാൽ ഫിസിക്കലും ഉണ്ട്, കെമിക്കലും ഉണ്ട്. ദെൻ സ്റ്റെയിനിങ് പ്രൊസീജിയേഴ്സ്, അതിന് ശേഷം നമ്മൾ എന്താ സ്റ്റെയിൻ ചെയ്യുന്നു. അതിനുശേഷം ഇപ്പം ഗ്രാം സ്റ്റെയിനിങ് ആണെങ്കിൽ അതിനകത്ത് കുറച്ച് ഡൈസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റെയിൻ പറയുന്നുണ്ട്. അതിൽ ഓരോ സ്റ്റെയിൻ ആ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ് വെച്ച് ആഡ് ചെയ്യുന്നു. അപ്പോൾ മെയിനായിട്ട് സ്റ്റെയിനിങ്ങിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണ് വരുന്നത്, സ്മിയർ പ്രിപ്പയർ ചെയ്ത് ഫിക്സ് ചെയ്ത് അതിലേക്ക് ഡൈസ് അല്ലെങ്കിൽ സ്റ്റെയിൻ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെന്താ ഏതൊക്കെ സ്റ്റെയിൻ ആണോ ആഡ് ചെയ്യുന്നത് അത് ആഡ് ചെയ്ത് ഫിക്സ് ചെയ്ത് വാഷ് ചെയ്ത് ഫൈനലി ഡ്രൈ ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക. ഇതാണ് വരുന്നത്. ഇത് ഡീറ്റെയിൽ നമ്മൾ ഓരോ സ്റ്റെയിനിങ്ങിനകത്തും അതിൻ്റെ പ്രൊസീജിയേഴ്സ് നോക്കിയാണ് പോകുന്നത്. ദെൻ സ്റ്റെയിനിങ് തന്നെ നമുക്ക് 2 ടൈപ്പാണ് മെയിൻലി പറയുന്നത്. സിമ്പിൾ സ്റ്റെയിനിങ് എന്നും ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്നും. എന്താണ് സിമ്പിൾ സ്റ്റെയിനിങ് ആൻഡ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്? സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡൈ യൂസ് ചെയ്യുന്ന സ്റ്റെയിനിങ് ആണ് സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ 2-2 കൂടുതൽ ഡൈയോ യൂസ് ചെയ്തതിനെയാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് സ്റ്റെയിൻ എന്ന് ഓർത്തിരിക്കുക, എന്തിനാണ് സ്റ്റെയിനിങ് ചെയ്യുന്നത്, അല്ലെ സ്റ്റെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ദെൻ സ്റ്റെയിനിങ്ങിൻ്റെ സ്റ്റെപ്സ്. ഇനി ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സിമ്പിൾ സ്റ്റെയിനിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്താണ് സിമ്പിൾ സ്റ്റെയിനിങ്? അപ്പോൾ സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒറ്റ ഒരു ഡൈ അല്ലെങ്കിൽ ഒറ്റ ഒരു സ്റ്റെയിൻ മാത്രം യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. സിമ്പിൾ സ്റ്റെയിനിങ് only one type of stain is used to differentiate bacteria from the surroundings. 2 types, positive and negative staining. Positive staining also called monochrome staining use basic dyes. Bacterial cell is acidic or negative charge and stain is positively charged appear in the color of the stain. അപ്പം നമ്മളിവിടെ പറഞ്ഞു സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു സ്റ്റെയിൻ യൂസ് ചെയ്യുന്നതിനാണ് സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. സിമ്പിൾ സ്റ്റെയിനിങ്ങിനെ തന്നെ നമുക്ക് വീണ്ടും 2 ടൈപ്പ് പറയാൻ പറ്റും, പോസിറ്റീവ് സ്റ്റെയിനിങ് എന്നും നെഗറ്റീവ് സ്റ്റെയിനിങ് എന്നും. പോസിറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ എങ്ങനെയാണ്, ബേസിക് സ്റ്റെയിൻ ആണ്. ബേസിക് സ്റ്റെയിൻ്റെ ചാർജ് എന്തായിരുന്നു, പോസിറ്റീവ് ചാർജ് അഥവാ കാറ്റയോണിക് ആയിരുന്നു. ആനിയോണിക്കും കാറ്റയോണിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചായിരുന്നല്ലോ സ്റ്റെയിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ ബേസിക് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ് ആണ് അഥവാ കാറ്റയോണിക് ആണ്. അതുകൊണ്ട് തന്നെ ഇത് പോയിട്ട് സ്റ്റെയിൻ ചെയ്യുന്ന ആരെയായിരുന്നു, ആസിഡിക് നേച്ചറുള്ള സെൽ കമ്പോണൻസ് അല്ലെ സെൽ വോളിനെ ആയിരിക്കും. ആസിഡിക് നേച്ചർ മീൻസ് നെഗറ്റീവ്ലി ചാർജ്. നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിലാണ് ഒരു ബൈൻഡിങ് വരുന്നത് അല്ലെ അട്രാക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് സ്റ്റെയിനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് സ്റ്റെയിൻസ് ആണ്. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്റ്റെയിൻ നെഗറ്റീവ്ലി ചാർജ്ഡ് സെൽ വോളുമായിട്ട് പോയി ബൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഏത് സ്റ്റെയിൻ ആണോ എടുത്ത ആ സ്റ്റെയിൻ്റെ കളറിൽ അത് ആ ഒരു സെല്ലിനെ വിഷ്വലൈസ് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് ക്രിസ്റ്റൽ വയലറ്റ് അല്ലെങ്കിൽ മെഥിലിൻ ബ്ലൂവോ ക്രിസ്റ്റൽ വയലറ്റോ സഫ്രാനോ ഇതിലേതെങ്കിലും ഒരു സ്റ്റെയിൻ എടുക്കണമെങ്കിൽ ആ കറസ്പോണ്ടിങ് സ്റ്റെയിൻ്റെ കളറിലായിരിക്കും സെൽ വോളിനെ കാണാൻ സാധിക്കുന്നത്. എക്സാമ്പിൾ സഫ്രാനി.
പിങ്ക് അല്ല റെഡ് കളറിൽ കാണപ്പെടുന്നു. അപ്പോൾ സഫ്രാനിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ സെല്ലിൽ എന്ത് കളറിൽ കാണപ്പെടുന്നുണ്ട്? സഫ്രാനിൻ്റെ കളറിൽ നമുക്ക് ഫൈനലി കാണപ്പെടുന്നു. എക്സാമ്പിൾ ക്രിസ്റ്റൽ വയലറ്റ്, കാർബോൾഫക്സിൻ, മെഥിലിൻ ബ്ലൂ, ഇതൊക്കെ എന്താണ്? ബേസിക് സ്റ്റെയിനിന് എക്സാമ്പിൾ ആണ്. നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുമ്പോഴത്തേന് നെഗറ്റീവ് സ്റ്റെയിനിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് അസിഡിക് സ്റ്റെയിൻസ് ആണ്. നെഗറ്റീവ് സ്റ്റെയിൻ എന്ന് പറയുമ്പോഴത്തേന് സെൽ ഈസ് നോട്ട് സ്റ്റെയിൻഡ് മെയ്ഡ് വിസിബിൾ എഗെയിൻസ്റ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് യൂസ് അസിഡിക് ഡൈസ്. അപ്പം ഈ നെഗറ്റീവ് സ്റ്റെയിനിങ്ങിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അസിഡിക് ആയിട്ടുള്ള ഡൈ ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ സെൽ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് ആണ്. സോ ലൈക്ക് ചാർജസ് അവിടെ റിപ്പൽ ചെയ്യും, അത് തമ്മിൽ ഒരു ബൈൻഡിങ് നടക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് സെല്ലിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഈ നെഗറ്റീവ് സ്റ്റെയിനിങ് വഴി നമുക്ക് പറ്റത്തില്ല. പിന്നുള്ളൊരു മാർഗം എന്ന് വെച്ചാൽ നമ്മൾ എന്താ ബാക്ക്ഗ്രൗണ്ട് സ്റ്റെയിൻ ചെയ്യുന്നു. സെൽ ഈസ് നോട്ട് സ്റ്റെയിൻഡ് മെയ്ഡ് വിസിബിൾ എഗെയിൻസ്റ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പോയി സ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഡാർക്കായിട്ടും നമ്മുടെ സെല്ല് ബ്രൈറ്റ് ആയിട്ടും കാണപ്പെടുന്നു. അതാണ് നെഗറ്റീവ് സ്റ്റെയിനിങ്ങിൽ വരുന്നത്. എക്സാമ്പിൾ കോങ്കോ റെഡ്, നിഗ്രോസിനും ഒക്കെയാണ് വന്നത്. നെഗറ്റീവ് സ്റ്റെയിൻ നമ്മൾ ഡീറ്റെയിൽ ഇനി നോക്കുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് സ്റ്റെയിൻ എക്സാമ്പിളാണ് അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെയിനിന് എക്സാമ്പിളാണ് കോങ്കോ റെഡും നിഗ്രോസിനും. സിമ്പിൾ സ്റ്റെയിനിങ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ സെൽ ഷേപ്പ്, സൈസ് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ദി ബാക്ടീരിയൽ സെല്ല്. സിമ്പിൾ സ്റ്റെയിനിങ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന സെല്ലിൻ്റെ ഷേപ്പ്, അറേഞ്ച്മെൻറ്റ്സ്, സൈസ് ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റെയിനിങ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റെയിനിങ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റെയിനിങ്ങിൽ എന്താണ് 2 ടൈപ്പ് ഡൈസ് യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. സ്റ്റെയിനിങ് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ സ്റ്റെയിനിങ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറയുമ്പം സിംഗിൾ ഡൈ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരൊറ്റ ഡൈ യൂസ് ചെയ്ത് അല്ലെ ഒറ്റൊരു സ്റ്റെയിൻ യൂസ് ചെയ്യുന്നതിനാണ് സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2 2ൽ കൂടുതൽ 2 or more സ്റ്റെയിൻ യൂസ് ചെയ്യും. സോ നമ്മുടെ സിമ്പിൾ സ്റ്റെയിനിങ്ങിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് സ്റ്റെയിനിങ് എന്നും നെഗറ്റീവ് സ്റ്റെയിനിങ് എന്നും. പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്റ്റെയിൻ ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് സ്റ്റെയിൻ യൂസ് ചെയ്യും. അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്റ്റെയിൻ പോയിട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സെൽ വോളിനെ പോയി സ്റ്റെയിൻ ചെയ്യും. ഓക്കെ അല്ലേ? അതായത് പോസിറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെയിന് ബേസിക് സ്റ്റെയിൻ ആണ്. ബേസിക് സ്റ്റെയിനിൻ്റെ ചാർജ് വരുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് പോയിട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സെൽ വോളിനെ പോയി സ്റ്റെയിൻ ചെയ്തിട്ട് ഏത് സ്റ്റെയിനാണോ നമ്മൾ യൂസ് ചെയ്ത ആ സ്റ്റെയിൻ്റെ കളറിൽ അവിടെ സെൽ അപ്പിയർ ചെയ്യും. അതാണ് പോസിറ്റീവ് സ്റ്റെയിനിങ്. ഇനി നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്റ്റെയിൻ ആണ്. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്റ്റെയിൻ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബാക്ക്ഗ്രൗണ്ടിനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. കാരണം നെഗറ്റീവ്ലി ചാർജ്ഡ് സ്റ്റെയിൻ അഥവാ അസിഡിക് സ്റ്റെയിൻ ഒരിക്കലും നെഗറ്റീവ് തമ്മിലൊരു ബൈൻഡിങ് വരത്തില്ല. സോ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്റ്റെയിൻ വെച്ച് നമുക്ക് സെല്ലിനെ സ്റ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. സോ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്റ്റെയിൻ അഥവാ അസിഡിക് സ്റ്റെയിൻ ലൈക്ക് കോങ്കോ റെഡ് അല്ലെങ്കിൽ നിഗ്രോസിനൊക്കെയാണ് എക്സാമ്പിൾ പറയുന്നത്. ഇത് പോയിട്ട് നമ്മുടെ സെല്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പോയി സ്റ്റെയിൻ ചെയ്യും. സോ സെല്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡാർക്ക് കളറിൽ കാണപ്പെടുന്നു ആൻഡ് ദ സെൽ അവിടെ ബ്രൈറ്റ് കളറിലും കാണപ്പെടുന്നു. ഇതാണ് 2 ടൈപ്പ് ഓഫ് സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. സോ ഇത് ക്ലിയർ ആണല്ലോ? സിമ്പിൾ സ്റ്റെയിനിങ് ഒറ്റ സ്റ്റെയിനെ യൂസ് ചെയ്യുള്ളൂ പറഞ്ഞു. പോസിറ്റീവ് സ്റ്റെയിനിങ് ഉണ്ട്, അതിനെ നമ്മൾ മോണോക്രോം സ്റ്റെയിനിങ് എന്ന് പറയുന്നു. ടേം ഓർത്തിരിക്കുക, മോണോക്രോം. ക്രോം മീൻസ് കളർ എന്നാണ് പറയുന്നത് ആൻഡ് മോണോ മീൻസ് 1. അപ്പം ഒറ്റ കളർ അല്ലെങ്കിൽ ഒറ്റ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നതിനാണ് മോണോക്രോം സ്റ്റെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ബേസിക് ഡൈസ് ആണ് ഇവിടെ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ദേ ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്, സോ ദേ ബൈൻഡ് ടു ദി നെഗറ്റീവ്ലി ചാർജ്ഡ് സെൽ വോൾ ആൻഡ് ഗീവ് ദ കളർ ടു ദി സെൽ വോൾ. എന്നിട്ട് സെൽ വോളിന് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റെയിൻ്റെ കളർ കൊടുക്കുന്നു. എക്സാമ്പിൾ ഓഫ് പോസിറ്റീവ് അല്ലെങ്കിൽ ബേസിക് ഡൈക്കാണ് ക്രിസ്റ്റൽ വയലറ്റ്, കാർബോൾഫക്സിൻ, മെഥിലിൻ ബ്ലൂ, സെഫ്രാനിൻ ഒക്കെയാണ് പറയുന്നത്.
ദെൻ നെഗറ്റീവ് നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് സ്റ്റെയിനിങ്ങിനകത്ത് അസിഡിക് ഡൈ ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ കോങ്കോ റെഡ്, നിഗ്രോസിൻ, അത് ബാക്ക്ഗ്രൗണ്ടിനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ദ സിമ്പിൾ സ്റ്റെയിനിങ് ഈസ് ബേസിക്കലി യൂസ് ടു ഡിറ്റർമൈൻ ദ സെൽ ഷേപ്പ്, സൈസ് ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദി cells. Then next, differential staining. A differential stain use two or more stains and allow the cell to be categorized into various groups or types. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ രണ്ടോ രണ്ടിൽ കൂടുതലോ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ സ്റ്റെയിൻസ് എന്ന് പറയുന്നത്. യൂസ് ടു ഓർ മോർ സ്റ്റെയിൻസ് അലോ ദ സെൽ ടു ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു വേരിയസ് ഗ്രൂപ്പ്സ് ഓർ ടൈപ്സ്. അപ്പം ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൽ നമ്മൾ ബാക്ടീരിയ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ രണ്ടോ രണ്ടിൽ കൂടുതലോ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. Both technique allow the observation of cell morphology or shape, but the differential staining usually provide more information about the characteristics of the cell wall. അപ്പോൾ രണ്ട് ടെക്നിക്കും, അതായത് സിമ്പിൾ സ്റ്റെയിനിങ് ആണെങ്കിലും ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ആണെങ്കിലും നമുക്ക് സെല്ലിൻ്റെ ഷേപ്പും സ്ട്രക്ചറും അതിൻ്റെ അറേഞ്ച്മെൻറ്റും ഒക്കെ സ്റ്റഡി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്നിരുന്നാലും ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് കൂടിയാണ് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. കാരണം സെല്ലിൻ്റെയൊക്കെ തിക്നെസ് ഒക്കെ സ്റ്റഡി ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ ദി ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. സോ സ്റ്റെയിൻ ഡിഫറൻഷ്യേറ്റ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ബാക്ടീരിയ. അപ്പം സ്റ്റെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, പല ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു ഡിസ്റ്റിംഗ്വിഷ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബാക്ടീരിയ ഇൻ ടു സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ സ്റ്റെയിനിങ് പ്രോപ്പർട്ടി. അപ്പം പല ബാക്ടീരിയ പല ഗ്രൂപ്പ്സിലായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് സ്റ്റെയിനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിന് എക്സാമ്പിളാണ് നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ്ങും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും ഒക്കെ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിന് എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റെയിൻ ഇൻ ദ ഗ്രാം സ്റ്റെയിനിങ്, നമ്മുടെ മൈക്രോബയോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റെയിനിങ് ആണ് ഗ്രാം സ്റ്റെയിനിങ്. ഇപ്പോൾ ഒരു ക്ലിനിക്കൽ ആയിട്ടൊരു സാമ്പിൾ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, ഇപ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലും, നമുക്ക് ഏതൊരു ഡിസീസാണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഡയഗ്നോസ് ചെയ്യാൻ പ്രൈമറിലി നമുക്ക് എന്താ ഗ്രാം സ്റ്റെയിൻ ചെയ്ത് നോക്കാൻ പറ്റും. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു സാമ്പിൾ ഉണ്ടെങ്കിൽ ആ സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഗ്രാം സ്റ്റെയിൻ ചെയ്ത് അതിൻ്റെ ആ ഒരു ഓർഗാനിസംസിൻ്റെ കോളനിയും മോർഫോളജിയും സ്ട്രക്ചറും ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഫർദർ കൺഫർമേഷൻ ടെസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഗ്രാം സ്റ്റെയിനിങ് എന്താണ്? ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറയുന്ന ഒരു ഡാനിഷ് ഫിസിഷ്യനാണ് ഈ ഒരു ടെക്നിക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇൻ ദ ഇയർ ഓഫ് 1884. സോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, ഏത് ഇയർ ആണ്, ഇത് രണ്ടും ഓർത്തിരിക്കുക. The gram staining is a differential staining method developed by Dr. Hans Christian Gram, a Danish physician in 1884. ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡാണ്. അതായത് രണ്ടിൽ കൂടുതലോ ഡൈ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. സോ ദ ഗ്രാം സ്റ്റെയിനിങ് ഈസ് എ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡ്. അതെന്ത് ചെയ്യുന്നു, അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഡാനിഷ് ഫിസിഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം ആണ് ഫസ്റ്റ് ടൈം ഈ ഒരു മെത്തേഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. This method differentiate the bacteria into gram positive and gram negative. അപ്പം ഈ ഒരു മെത്തേഡിൽ മെയിൻ ആയിട്ടും ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് എന്നൊരു ഡിഫറൻസിയേഷൻ വരുന്നത് സെൽ വോൾ കോമ്പോസിഷൻ്റെ ബേസിസിലാണ്. സെൽ വോൾ കോമ്പോസിഷൻ്റെ ബേസിസിൽ ബാക്ടീരിയനെ രണ്ട് കാറ്റഗറിയിലാക്കി, ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്. So the principle നോക്കുകയാണെങ്കിൽ staining is based on cell wall composition. Gram staining is based on the cell wall composition. It uses crystal violet to stain the cell wall, iodine as a mordant, alcohol as a decolorizer, saffron as a counter stain. The gram positive appear in dark blue or violet. കാരണം cells wall rich in peptidoglycan and lipopolysaccharide were found in gram negative. Gram negative appear in red colors. So നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറയുന്ന ഡാനിഷ് ഫിസിഷ്യൻ 1884 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡാണ്. പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ബാക്ടീരിയ നമ്മൾ രണ്ടായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു, ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബേസ്ഡ് അപ്പോൺ ദി സെൽ വോൾ കോമ്പോസിഷനാണ്. ആൻഡ് ഈ സ്റ്റെയിനിങ് നമ്മൾ സെല്ലിനെ കളർ അല്ലെങ്കിൽ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ക്രിസ്റ്റൽ വയലറ്റ് യൂസ് ചെയ്യും, മോർഡൻ്റ് ആയിട്ട് ഐഡൻ യൂസ് ചെയ്തു, ഡീകളറൈസർ ആയിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്തു, ആൻഡ് കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് സഫ്രാനി യൂസ് ചെയ്തു. അപ്പോൾ സ്റ്റെയിനിങ്ങിന് ശേഷം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് കളറിൽ കാണപ്പെടുന്നുണ്ട്. കാരണം അതിൻ്റെ സെൽ വോൾ എന്ന് പറയുന്നത് എന്താണ്, പെപ്റ്റിഡോഗ്ലൈക്കൻ വെച്ചിട്ട് ഒരു തിക്ക് സെൽ വോൾ ആണ്.
ഇനി ഗ്രാം നെഗറ്റീവിൻ്റെ കേസസിൽ സെൽ വോൾ വളരെ തിന്നാണ്, പക്ഷെ അതിൻ്റെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ലിപ്പോപോളിസാക്കറൈഡ് ഔട്ടർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. ആൻഡ് ദ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആഫ്റ്റർ സ്റ്റെയിനിങ് ഇറ്റ് അപ്പിയേഴ്സ് ഇൻ റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറിലാണ് കാണപ്പെടുന്നത്. സോ ദ സ്റ്റെയിൻസ് യൂസ്ഡ് ഇൻ ഗ്രാം സ്റ്റെയിനിങ്, നമ്മൾ ഗ്രാം സ്റ്റെയിനിങ്ങിൽ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ക്രിസ്റ്റൽ വയലറ്റ് ആക്ട് ആസ് എ പ്രൈമറി സ്റ്റെയിൻ. പ്രൈമറി സ്റ്റെയിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ക്രിസ്റ്റൽ വയലറ്റ് ആണ്. ക്രിസ്റ്റൽ വയലറ്റ് മേ ഓൾസോ യൂസ്ഡ് ആസ് സിമ്പിൾ സ്റ്റെയിൻ ബിക്കോസ് ഇറ്റ് ഡൈസ് സെൽ വോൾ ഇൻ എനി ബാക്ടീരിയ. അപ്പം ക്രിസ്റ്റൽ വയലറ്റ് നമുക്ക് സിമ്പിൾ സ്റ്റെയിനിലും യൂസ് ചെയ്യാം, കാരണം ഇത് ഏത് ബാക്ടീരിയ സെല്ലിനെ വേണമെങ്കിലും സ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ഒരു സെല്ലിനെ ആദ്യം സ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഏജൻ്റാണ് പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത്. സോ ഗ്രാം സ്റ്റെയിനിങ്ങിൻ്റെ കേസസിൽ പ്രൈമറി സ്റ്റെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റൽ വയലറ്റ് ആണ്. അത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും എന്താ ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറായിട്ട് സ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മോർഡൻ്റ് ആണ്. ഇവിടെ മോർഡൻ്റ് എന്ന് നമ്മൾ പറയുന്നത് ഗ്രാം സൈഡിനാണ് മോർഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഗ്രാം സൈഡിൻ ആക്ട് ആസ് മോർഡൻ്റ്, അതായത് പ്രൈമറി സ്റ്റെയിനെ സെല്ലിലേക്ക് നന്നായിട്ട് അറ്റാച്ച് ബൈൻഡ് ചെയ്യാൻ, സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻറ്റിനെയാണ് നമ്മൾ മോർഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൈമറി സ്റ്റെയിനെ സെല്ലിലേക്ക് സ്ട്രോങ്ലി ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻ്റാണ് മോർഡൻ്റ്. മോർഡൻ്റ് എന്ന് ആക്ട് ചെയ്യുന്ന ഇവിടെ ആരാണ്? ഗ്രാം സൈഡിനാണ്. അടുത്തത് ഡീകളറൈസർ. ഡീകളറൈസർ എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റെയിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡീകളറൈസർ എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ട് ക്രിസ്റ്റൽ വയലറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏജൻ്റാണ് ഡീകളറൈസർ. From the gram negative bacteria, those with lipopolysaccharide embedded in the cell wall. Decolorization is composed of organic solvents such as acetone, ethanol അല്ലെങ്കിൽ combination of both. അപ്പം ഡീകളറൈസർ എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്റ്റെയിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻ്റാണ് ഡീകളറൈസർ എന്ന് പറയുന്നത്. മെയിൻലി അസറ്റോണ് അല്ലെങ്കിൽ എഥനോൾ ഓർ ഇതിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫൈനലി കൗണ്ടർ സ്റ്റെയിൻ. കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറയുന്നത് എന്താണ്? സെഫ്രാനിനാണ് നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് പറയുന്നത്. ഈസ് അപ്ലൈഡ് ടു സ്റ്റെയിൻ ദോസ് സെൽസ് ഗ്രാം നെഗറ്റീവ് ദാറ്റ് ഹാവ് ലോസ് ദ പ്രൈമറി സ്റ്റെയിൻ ആസ് എ റിസൾട്ട് ഓഫ് ഡീകളറൈസേഷൻ. അപ്പം സ്റ്റെയിനിങ്ങിൽ ഓർത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സെല്ല് വൺസ് ഒരു സ്റ്റെയിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെയിനെ എടുക്കത്തില്ല. അപ്പോൾ അറ്റ് എ ടൈം സെൽ ഒറ്റൊരു സ്റ്റെയിനെ എടുക്കത്തുള്ളൂ, അത് ഓർത്തിരിക്കണം. അപ്പോൾ പ്രൈമറി സ്റ്റെയിന് നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ റിറ്റെയിൻ ചെയ്യാറില്ല. ഡീകളറൈസേഷൻ സമയത്ത്, അതായത് ആൽക്കഹോൾ യൂസ് ചെയ്ത് സെല്ലിനെ വാഷ് ചെയ്യുന്ന സമയത്ത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്കാണെങ്കിൽ പ്രൈമറി സ്റ്റെയിൻ ആയിട്ടുള്ള ക്രിസ്റ്റൽ വയലറ്റ് ലോസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടുള്ള സഫ്രാനിനെ എടുക്കുന്നു. അതായത് സഫ്രാനുവിനെ പോയി ബൈൻഡ് ചെയ്തിട്ട് അതെന്താ ഒരു പിങ്ക് അല്ല റെഡ് കളറിൽ കാണപ്പെടുന്നുണ്ട്. പിങ്ക് ഓർ റെഡ് കളറിൽ അത് കാണപ്പെടുന്നുണ്ട്. അപ്പം കൗണ്ടർ സ്റ്റെയിൻ സഫ്രാനിനാണ്. അത് മെയിൻലി ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ പോയിട്ട് സ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ് നോക്കുന്നത്. ഗ്രാം സ്റ്റെയിനിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ്. ഫസ്റ്റ് നമ്മൾ എന്താ സ്മിയർ പ്രിപ്പയർ ചെയ്യും. സ്മിയർ എങ്ങനെയുള്ള സ്മിയർ ആയിരിക്കണം? തിന്നായിട്ടൊരു സ്മിയർ പ്രിപ്പയർ ചെയ്ത് ഹീറ്റ് ഫിക്സ് ചെയ്യുന്നു. Allow the slide to cool and then flood with crystal violet. After 1 minute, pour off the stain and wash the slide gently with a tap water or wash bottle. അപ്പോൾ ആദ്യം നമ്മളൊരു സ്ലൈഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സ്റ്റെറൈൽ സ്ലൈഡ് എടുത്തിട്ട് അത് സ്മിയർ പ്രിപ്പയർ ചെയ്തു. ദെൻ അതിനെ ഹീറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ എന്താ 1 ഡ്രോപ്പ് ഓഫ് ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്തിട്ട് 1 മിനിറ്റ് കീപ്പ് ചെയ്യണം. ടൈം ഓർത്ത് വെക്കണം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്ത് 1 മിനിറ്റ് കീപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളത് കളഞ്ഞിട്ട് കളഞ്ഞിട്ട് വാട്ടർ വെച്ച് ജസ്റ്റ് വാഷ് ചെയ്യും. അത് നല്ല ഫോഴ്സിൽ വാട്ടർ വെച്ച് വാഷ് ചെയ്യില്ല, ചെറുതായിട്ട് വാട്ടർ വെച്ച് ഒന്ന് വാഷ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്താ അതിലേക്ക് ഗ്രാം സൈഡിൻ ആഡ് ചെയ്യണം. ഗ്രാം സൈഡ് എന്ന് പറയുന്നത് എന്താണ്? മോർഡൻ്റ് ആണ്. പ്രൈമറി സ്റ്റെയിനെ നന്നായിട്ട് ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻ്റ് ആണ് മോർഡൻ്റ് ആയിട്ടുള്ള ഗ്രാം സൈഡിൻ. അപ്പോൾ ഗ്രാം സൈഡിൻ്റെ പുറത്തേക്ക് 1 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ 1 മിനിറ്റ് വെച്ചിട്ട് അതും എന്താ പോർ ഓഫ് ചെയ്തിട്ട് വാട്ടർ വെച്ച് വാഷ് ചെയ്ത് ഡീകളറൈസർ ആഡ് ചെയ്യും. ഡീകളറൈസർ എന്ന് പറഞ്ഞാൽ 95% എഥനോളും അതിലേക്ക് ആഡ് ചെയ്യും. ഒരു 13 സെക്കൻഡ് ഡീകളറൈസിങ് ഏജൻറ്റ് ആഡ് ചെയ്യാവൂ. എന്നിട്ട് ഈ സ്ലൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്യും. അതായത് നോർമലി ഇങ്ങനെയാണല്ലോ സ്ലൈഡ് ഇരിക്കണേ. അപ്പോൾ ആ സ്ലൈഡിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ വെച്ചിട്ട് ഇതിന് പുറത്തേക്ക് നമ്മൾ ഇങ്ങനെ എന്താ ആൽക്കഹോൾ ആഡ് ചെയ്ത് കൊടുക്കണം. ആൽക്കഹോൾ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 13 സെക്കൻഡ് വെച്ചിട്ട് വീണ്ടും നമ്മൾ എന്താ അത് കളഞ്ഞിട്ട് ജസ്റ്റ് അത് ഒന്ന് ഒഴുകിപ്പോയതിന് ശേഷം അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യും. വാട്ടർ വെച്ച് വാഷ് ചെയ്ത്
പിന്നെന്താ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടുള്ള സഫ്രാനിൻ ആഡ് ചെയ്യും. സഫ്രാനിൻ ആഡ് ചെയ്തിട്ട് 1 മിനിറ്റ് വീണ്ടും ആ ഒരു സ്ലൈഡ് കീപ്പ് ചെയ്തിട്ട് അത് വീണ്ടും pour off ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് എയർ ഡ്രൈ ചെയ്ത് അണ്ടർ മൈക്രോസ്കോപ്പ് വിഷ്വലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രൊസീജിയേഴ്സ് വരുന്നത്. ഇനി ഇവിടെ നടക്കുന്ന മെക്കാനിസം എന്താണ്, ഗ്രാം സ്റ്റെയിനിങ്ങിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ, in the second step of staining, when gram iodine is added, it reacts with the crystal violet and forms CVI complex. It's produced in both gram positive and gram negative bacteria. The peptidoglycan layer in the bacteria acts as a permeability barrier of the cell. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്തു. ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്ത് 1 മിനിറ്റ് വെച്ചു. 2 സെല്ലും ഗ്രാം പോസിറ്റീവും, ഇത് ഗ്രാം പോസിറ്റീവ്, ഇത് ഗ്രാം നെഗറ്റീവ്. ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും അവിടെ വയലറ്റ് കളറിൽ കാണപ്പെടുന്നു, അല്ലെ ബ്ലൂ കളറിൽ കാണപ്പെടുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ രണ്ടിലേക്കും എന്താ മോർഡൻ്റ് ആഡ് ചെയ്തു. മോർഡൻ്റ് ആയിട്ടുള്ള ഗ്രാം സൈഡിൻ ആഡ് ചെയ്തു. ഗ്രാം സൈഡിൻ ആഡ് ചെയ്തപ്പോഴത്തേന് ഇത് CVA അതായത് ക്രിസ്റ്റൽ വയലറ്റുമായിട്ട് ഗ്രാം സൈഡിൻ കമ്പൈൻ ചെയ്തിട്ട് CVI കോംപ്ലക്സ് ഫോം ചെയ്തു. രണ്ടിടത്തും CVI കോംപ്ലക്സ് ഫോം ചെയ്തു. ഓക്കെ അല്ലേ ഇത്രയും? ഇനി പെപ്റ്റിഡോഗ്ലൈക്കൻ, ഈ ബാക്ടീരിയ, 2 ബാക്ടീരിയയുടെ സെല്ലിലും പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ട്. ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത് ഒരു പെർമിയബിലിറ്റി ബാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ കേസസിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ തിക്കാണ്. അപ്പം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ കേസസിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ തിക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ CVI കോംപ്ലക്സ് ഡീകളറൈസേഷൻ സമയത്ത് നഷ്ടപ്പെടുന്നില്ല. Whereas in the case of gram negative bacteria, decolorization സമയത്ത്, അതായത് ആൽക്കഹോൾ വെച്ചിട്ട് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ട്രീറ്റ് ചെയ്യുമല്ലോ, ഈ ആൽക്കഹോൾ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഗ്രാം നെഗറ്റീവിൻ്റെ കേസസിലെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ തിന്നുവാണ്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് എന്താ അവിടെ ഒരു ലിപ്പോ പോളിസാക്രൈഡ് ഉണ്ട്. ഈ ലിപ്പിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ആൽക്കഹോളിൽ ഡിസോൾവ് ആയിട്ട് അവിടെ പോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ സെൽ വോളിൽ പോഴ്സ് ക്രിയേറ്റ് ചെയ്യും. എവിടെ, ഗ്രാം നെഗറ്റീവിൻ്റെ കേസസ്. ഈ പോഴ്സിൽ കൂടെ CVI കോംപ്ലക്സ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അവിടുത്തെ ക്രിസ്റ്റൽ വയലറ്റ് പുറത്ത് പോകുന്നു, അതിൻ്റെ കളർലെസ് ആയിട്ട് മാറുന്നു. ഡീകളറൈസേഷൻ കഴിയുമ്പോഴത്തേന് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ കളർലെസ് ആയിട്ടും ഗ്രാം പോസിറ്റീവ് ക്രിസ്റ്റൽ വയലറ്റിൻ്റെ കളറിൽ നിൽക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ 2 നമ്മൾ സഫ്രാനിൻ ഒഴിക്കുന്നു. സഫ്രാനിൻ ആഡ് ചെയ്യുമ്പോൾ ഗ്രാം പോസിറ്റീവിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഗ്രാം നെഗറ്റീവ് സഫ്രാനിനെ ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് സഫ്രാനിൻ്റെ കളറിൽ കാണപ്പെടുന്നത്. ഇതാണ് നോർമലി ഇവിടെ നടക്കുന്ന മെക്കാനിസം. So, in the second step of staining, when gram iodine is added, it reacts with the crystal violet and forms CVI complex. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ക്രിസ്റ്റൽ വയലറ്റും ഗ്രാം സൈഡിനും കൂടി റിയാക്ട് ചെയ്തിട്ട് അവിടെ ക്രിസ്റ്റൽ വയലറ്റ് അയഡിൻ കോംപ്ലക്സ് ഫോം ചെയ്യും. 2 ഗ്രാം പോസിറ്റീവിലും ഗ്രാം നെഗറ്റീവിലും അത് നടക്കുന്നുണ്ട്. പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്ന ഒരു പെർമിയബിലിറ്റി ബാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ കേസസിൽ ദ പെപ്റ്റിഡോഗ്ലൈക്കൻ ഈസ് തിക്ക് ആൻഡ് പ്രിവെന്റ് ദ ലോസ് ഓഫ് CVI കോംപ്ലക്സ്. പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഗ്രാം പോസിറ്റീവിൽ തിക്ക് ആയതുകൊണ്ട് അത് CVI കോംപ്ലക്സിനെ അവിടെ തന്നെ റിറ്റൈൻ ചെയ്തിട്ട് പേർപ്പിൾ അല്ലെ വയലറ്റ് കളറിൽ കാണപ്പെടുന്നു. ദ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഹാസ് ലാർജ് എമൗണ്ട് ഓഫ് ലിപ്പിഡ്. ഇനി ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലേക്ക് വരുമ്പോഴത്തേന് അത് നമ്മൾ പറഞ്ഞു പെപ്റ്റിഡോഗ്ലൈക്കന് പുറത്തായിട്ട് ഒരു ഔട്ടർ ലിപ്പോ പോളിസാക്രൈഡ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ലിപ്പിഡ് കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഇത് ആൽക്കഹോളുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലിപ്പിഡ് ആൽക്കഹോളിൽ ഡിസോൾവ് ആയിട്ട് സെൽ വോളിൽ പോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോളിൽ പോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ വാഷിങ്ങിൻ്റെ സമയത്ത് ഈ പോഴ്സിൽ കൂടെ CVI കോംപ്ലക്സ് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ കളർലെസ് ആയിട്ട് മാറുന്നു. ആൻഡ് കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടുള്ള സഫ്രാനിനെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പം അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ സഫ്രാനിനെ എടുത്തുകൊണ്ട് അത് റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറിൽ കാണപ്പെടും. ഇതാണ് ഇവിടെ നടക്കുന്ന മെക്കാനിസം വരുന്നത്. സോ ഇത് ജസ്റ്റ് ഗ്രാം സ്റ്റെയിനിങ് ടെക്നിക്കിൻ്റെ ഒരു ഫിഗർ തന്നിരിക്കുകയാണ്. അതായത് ഫസ്റ്റ് നമ്മൾ എന്താ ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അയഡിൻ. അപ്പോൾ ഓരോ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്ക് വാഷിങ് വരുന്നുണ്ട്. വാഷിങ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അയഡിൻ വാഷ് ചെയ്യുന്നു. ദെൻ ആൽക്കഹോൾ ആഡ് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു. അതിനുശേഷം കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് കാർബോൾഫാക്സിൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സെഫ്രാനിന് നമ്മൾ നോർമലി ആഡ് ചെയ്യുന്നത്. അപ്പം എന്താ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറിലും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ കളറിലും കാണപ്പെടുന്നു. ഇതാണ് ഗ്രാം സ്റ്റെയിനിങ് വരുന്നത്.
So the gram-positive bacteria are those that are stained dark blue or violet by gram staining. This in contrast to gram-negative bacteria which cannot retain the crystal violet, instead taking up counter stain and appear red or pink. Gram-positive organisms are able to retain the crystal violet stain because the high amount of peptidoglycan in the cell wall. The gram-positive cell wall typically lack the outer membrane found in the gram-negative bacteria. Already നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. gram staining കഴിയുമ്പോഴത്തേന് gram-positive bacteria violet അല്ലെ purple കളറിൽ കാണപ്പെടുന്നുണ്ട്. കാരണം അത് ക്രിസ്റ്റൽ വയലറ്റിൻ്റെ കളറിലാണ് കാണുന്നത്. കാരണം അവിടുത്തെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ തിക്ക് ആയതുകൊണ്ട് തന്നെ CVI കോംപ്ലക്സ് സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. സോ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ദ കളർ ഓഫ് ക്രിസ്റ്റൽ വയലറ്റ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കേസസിൽ അവിടെ ലിപ്പിഡിൻ്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഡീകളറൈസർ ആഡ് ചെയ്യുമ്പോൾ ലിപ്പിഡ്സ് ഡിസോൾവ് ചെയ്തിട്ട് സെൽസിലൊക്കെ പോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ കൂടെ CVI കോംപ്ലക്സ് പുറത്തേക്ക് പോകുന്നു ആൻഡ് കൗണ്ടർ സ്റ്റെയിൻ വിത്ത് സഫ്രാനിൻ ആണ്. സോ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അപ്പിയേഴ്സ് ഇൻ റെഡ് ഓർ പിങ്ക് കളർ. ജസ്റ്റ് ആ കാര്യം തന്നെയാണ്. On most gram stained preparation, gram negative organism will appear red or pink because they are counter stained. Due to the presence of higher lipid content after alcohol treatment, the porosity of the cell wall increases, hence CVI complex can pass through, thus the primary stain is not retained. So ഇത് gram positive കോക്കയെ കാണിച്ചിരിക്കുകയാണ്. gram positive കോക്കയെ appears in purple അല്ലെ blue color and the gram negative in red or pink color. സോ ഇതാണ് ഗ്രാം സ്റ്റെയിനിങ് വരുന്നത്. അപ്പോൾ ഗ്രാം സ്റ്റെയിനിങ് ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യുന്നു. 1 മിനിറ്റത്തേക്ക് വെക്കുന്നു. 1 മിനിറ്റ്. അപ്പോൾ ഇവിടെ എന്താ രണ്ടിടത്തും വയലറ്റ് ഓർ ബ്ലൂ കളർ. അതിന് ശേഷം എന്താ വാഷിംഗ് ചെയ്യുന്നു. വാഷിംഗ് ചെയ്തിട്ട് പിന്നെന്താ ഗ്രാം സൈഡിൽ അതെന്താ മോർഡൻ്റ് ആണ്, അതും ആഡ് ചെയ്ത് 1 മിനിറ്റ് വെക്കുന്നു. അപ്പം ഈ സെയിം കളർ തന്നെ ഇവിടെ റിറ്റെയിൻ ചെയ്യുന്നു. പക്ഷേ ഇവിടെ എന്താ രണ്ടിടത്തും CVI കോംപ്ലക്സ് ഫോം ചെയ്തു. ഇത് ഇവിടെയും ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഫോം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും വാഷിംഗ് കഴിഞ്ഞു. എന്ത് ചെയ്യുന്നുണ്ട്? ഡീകളറൈസർ ആഡ് ചെയ്യും. അത് 13 സെക്കൻഡിലേക്കാണ്. ഡീകളറൈസർ ആഡ് ചെയ്യുമ്പോൾ ഗ്രാം പോസിറ്റീവിൻ്റെ കേസസിൽ എന്താ വയലറ്റ് കളറിൽ കാണുന്നു. ഇവിടെ ഗ്രാം നെഗറ്റീവിൻ്റെ കേസസിൽ CVI കോംപ്ലക്സ് ലോസ് ആവുന്നു. എന്നിട്ട് അതെന്താ കളർലെസ് ആവുന്നു. അടുത്ത സ്റ്റെപ്പ് വീണ്ടും നമ്മൾ എന്താ വാഷ് ചെയ്ത് സഫ്രാനിൻ ആഡ് ചെയ്യുന്നു. സഫ്രാനിൻ 1 മിനിറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് എന്താ ഇവിടെ ഈ ഒരു വയലറ്റ് കളർ അതുപോലെ തന്നെ നിൽക്കുന്നു. കാരണം പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ തിക്കാണ്. ഇനി ഇവിടെ കളർലെസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ സഫ്രാനിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്ത് ഒരു റെഡ് ഓർ പിങ്ക് കളറിൽ കാണപ്പെടുന്നു. അപ്പോൾ ഫൈനലി ഗ്രാം നെഗറ്റീവ് അപ്പിയർ ഇൻ റെഡ് ഓർ പിങ്ക് ആൻഡ് ദ ഗ്രാം പോസിറ്റീവ് അപ്പിയർ ഇൻ വയലറ്റ് കളർ. ഓക്കെ, ഇതാണ് ഈ ഗ്രാം സ്റ്റെയിനിങ്ങിൻ്റെ സ്റ്റെപ്സ്. ജസ്റ്റ് ഒന്ന് വാഗായിട്ട് പറഞ്ഞാൽ ക്രിസ്റ്റൽ വയലറ്റ്, വാഷിങ്, ഗ്രാം സൈഡിങ്, വാഷിങ്, ഡീകളറൈസർ, വാഷിങ്, സഫ്രാനി. ഗ്രാം പോസിറ്റീവ് അപ്പിയർ ഇൻ വയലറ്റ് ആൻഡ് ഗ്രാം നെഗറ്റീവ് അപ്പിയർ ഇൻ റെഡ് ഓർ പിങ്ക് കളർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെയിനിങ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇത് കൂടാണ്ട് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ഇനിയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റെയിനിങ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, എൻഡോസ്പോർ സ്റ്റെയിനിങ്, ഫ്ലജല്ല സ്റ്റെയിനിങ്, ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റെയിനിങ് വരുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനായിട്ട് നോക്കാം. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.